അഡ്വക്കേറ്റ് കെ സരൺകുമാർ ഇതിൽ വളരെ കൃത്യമായി ഇപ്പൊ നോക്കൂ, ജെബി മേത്തർ ഈ തൊട്ട് മുൻപ് ഒരു പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിക്കുകയും അതിന് മറുപടി കിട്ടുകയും ചെയ്തു. എന്തിനാണ് ആ ചോദ്യം ചോദിച്ചത് എന്നറിയില്ല. LDF ഉണ്ടായിരുന്ന സമയത്ത് എന്താണോ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ഉത്തരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വ്യക്തത വരുത്താനുള്ള ഒരു ശ്രമം ജെബി മേത്തറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിൽ കടപ്പെട്ടിരിക്കുന്നു LDF എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തത്. പക്ഷെ അതിന് പിന്നാലെ നിർണായകമായ ഒരു തീരുമാനം വരികയാണ് PM ശ്രീയുമായി മുന്നോട്ട്. നിങ്ങൾ അതിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ എതിരഭിപ്രായങ്ങളും വിമർശനവും ഒക്കെ ഉള്ളവരാണ്. വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള ഇടമല്ല എങ്കിൽ പോലും പക്ഷേ അന്ന് ഒപ്പുവെക്കുന്ന സമയത്ത് നിശ്ചിതമായ വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നു. വലിയ പ്രതിരോധമുണ്ടായിരുന്നു. അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞിരുന്നു. ദാ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതെ, അന്ന് 2025 ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിൽ അങ്ങ് തുടങ്ങിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ LDFനെ ആക്രമിക്കാൻ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ തരത്തിലുള്ള പ്രചരണം നടത്താൻ വേണ്ടി ഉപയോഗിച്ച ഒരു മാർഗമായിരുന്നു PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അന്ന് ശ്രീ VD സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി, അന്നത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയെ കണ്ട ശേഷമാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. അത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കുറുക്കു വഴിയാണ് എന്നതാണ് പറഞ്ഞത്. സർക്കാരിന്റെ ഏകപക്ഷീയമായിട്ടുള്ള നീക്കമാണ്, ഫണ്ട് വാങ്ങുന്നതിനല്ല, RSS അജണ്ടയോടെയാണ് ഞങ്ങൾക്ക് എതിർപ്പെന്നാണ് ശ്രീ KC വേണുഗോപാൽ പറഞ്ഞത്. KM ഷാജി പറഞ്ഞത് അറബിക്കടലിൽ തള്ളും എന്നതാണ്. അതുപോലെ തന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ചവറ്റുകൊട്ടയിൽ തള്ളുമെന്ന്. ഷംസുദ്ദീൻ അടക്കം PK ബഷീർ അടക്കം എല്ലാ ലീഗിന്റെ നേതാക്കന്മാരും പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരിക്കലും PM ശ്രീ നടപ്പാക്കില്ല എന്ന്. അത് കേട്ടുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. PM ശ്രീ ഒപ്പിടാനുണ്ടായ സാഹചര്യവും 20-ാം ദിവസം അതിൽ നിന്ന് പിന്മാറാനുണ്ടായ തീരുമാനവും, ആ തീരുമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം ഒരു തരത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചില്ല, സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തില്ല, സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ഒരു നിബന്ധനയും സ്വീകരിച്ചില്ല, നടപടികൾ നടപ്പാക്കിയില്ല എന്നുള്ളത് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. ക്യാപ്റ്റൻ അബൈൻസിൽ വച്ചിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ UDF അധികാരത്തിൽ വരുന്നു. UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം കണ്ടു. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. താങ്കൾ ചോദിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം വന്നോ? ശ്രീ N ശ്രീകുമാർ ഇവിടെ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഒപ്പിട്ടതിന്റെ ഭാഗമായി തുടർന്നു പോകണം എന്ന് വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഉപസമിതി വച്ചത് എന്നതാണ്. അത് വിശ്വസിക്കുകയാണ്. അങ്ങനെ LDF സർക്കാർ ഒപ്പിട്ടതിന്റെ ഭാഗമായി ഒരിക്കലും ഈ കരാറിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കേരളത്തിലെ പ്രസന്റ് ഗവൺമെന്റിന് കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ നിയമോപദേശം കിട്ടിയാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഉപസമിതി കണ്ടെത്തുമെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തിയോ? ഉപസമിതിയുടെ എന്തെങ്കിലും ശുപാർശ വന്നോ? 3 സാഹചര്യങ്ങളുണ്ട്. 8/5/2026 അതായത് കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി സഞ്ജയ് കുമാർ ഒരു കത്തയച്ചു. കേരളം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൃത്യമായി PM ശ്രീ നടപ്പാക്കിയിട്ടില്ല. കേരളം ഒപ്പിട്ടു എന്നിരുന്നാലും മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് പുതിയ ഗവൺമെന്റ് ഒപ്പിടണം, പുതിയ ഗവൺമെന്റ് മുന്നോട്ട് പോകണം, ഇത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് അയച്ചു. രണ്ടാമത് സുപ്രീം കോടതിയിൽ സമാനമായിട്ടുള്ള ഒരു കേസിൽ കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റ് ഫയൽ ചെയ്തു. ആ അഫിഡവിറ്റിൽ പറഞ്ഞു കേരളം ഒപ്പിട്ടു, അതിൽ അവിടെ നിൽക്കുകയാണ്, PM ശ്രീ നടപ്പാക്കിയിട്ടില്ല, ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് PM ശ്രീ നടപ്പാക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് പരമോന്നത നീതിപീഠത്തിന് മുമ്പാകെ കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റ് ഫയൽ ചെയ്തു. അങ്ങ് ജെബി മേത്തർ MP വിശദമായിട്ട് ഒരു കത്ത് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു, അതിന് വളരെ വിശദമായിട്ടുള്ള മറുപടി കിട്ടുന്നു. ആ മറുപടിയിൽ PM ശ്രീ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ്, പാർലമെന്റിൽ കൊടുക്കുന്ന മറുപടി, അതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയുടെ കത്ത്, ഇതെല്ലാം നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമാണ്. ഒരിക്കലും ഒപ്പിട്ടിട്ടേ ഉള്ളൂ, ഈ പദ്ധതി നടപ്പാക്കിയിട്ടില്ല. 20-ാം ദിവസം കത്ത് കൊടുത്ത് ക്യാപ്റ്റൻ പദ്ധതി അവസാനിക്കും. ഇനി ഒരൊറ്റ അധ്യയന വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിൽ നിന്ന് കിട്ടാനുള്ള കണക്കിന് ഈ 1500 കോടിയുടെ വലിപ്പമൊന്നുമില്ല. പിന്നെ എന്തിനായിരിക്കാം ഈ സമയത്ത്, ഈ അധ്യയന വർഷം തുടങ്ങിയതിന് ശേഷവും ഇപ്പോൾ ഈ ഒപ്പുവെക്കൽ? അത് ആരെ ബോധിപ്പിക്കാനും ആരെ പ്രീതിപ്പെടുത്താനുമാണ്? ഒറ്റ കാര്യമുള്ളൂ, യഥാർത്ഥത്തിലുള്ള BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീല് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു. എന്നാൽ അവർ പ്രചരണം നടത്തി LDFും BJPയുമാണ് ഡീലെന്ന്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നതൊക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞു. ഒറ്റ വാചകം കടമെടുത്താൽ കേരളത്തിൽ ഭരിക്കുന്നത് BJPയുടെ സർക്കാരാണോ എന്ന് ചോദിച്ചത് AICCയുടെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി നമുക്കറിയാം KC വേണുഗോപാലാണ്. ശ്രീ PM നിയാസ് KPCCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഏത് RSSന്റെ ഇംഗിതം നടപ്പാക്കുന്ന സർക്കാരാണ് കേരളത്തിന്റെ മന്ത്രിസഭ എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ സമാനമായിട്ടുള്ള എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ VC വൈസ് ചാൻസലർ നിയമനത്തിലോ സെനറ്റ് നിയമനത്തിലോ ഇലക്ഷൻ കമ്മീഷണറെ നിയമിച്ച നിയമനമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഈ 70 ദിവസത്തിനുള്ളിൽ എത്ര RSSന് അനുകൂലമായ RSSന്റെ അജണ്ടയാണ് കേരളത്തിൽ നടപ്പാക്കപ്പെട്ടത്? അതുകൊണ്ട്
ഇവിടെ 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞ BJP നേതാക്കന്മാർ 3 സീറ്റ് കിട്ടിയപ്പോ കേരളം ഭരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഒരു സമ്മർദ്ദവും പിന്നെ വന്നിട്ടില്ല. ആ മെയ് മാസം 8-ാം തീയതി വന്ന കത്തേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു സാഹചര്യമില്ല. ഏകപക്ഷീയമായി ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതാ നടപ്പാക്കാൻ പോകുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ലീഗ് ഉൾപ്പെടുന്ന ലീഗിന്റെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന മന്ത്രിസഭ, കോൺഗ്രസിന്റെ മന്ത്രിമാർ കേരളത്തിലെ ജനങ്ങളെ ചതിക്കുക, വഞ്ചിക്കുന്ന, തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് തന്ത്രവും പാലിക്കും, അത് പ്രവർത്തിക്കും. അതിനുശേഷം വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നയം ഇതാണ്, അത് RSSന്റെ നയമാണ്, BJPയുടെ നയമാണ്, അത് തന്നെയാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ നയം ഒരു മടിയുമില്ലാതെ കേരളത്തിൽ നടപ്പാക്കുന്ന പ്രക്രിയ നമ്മൾ കാണുകയാണ്. Debate with Madhu Saji.